ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. പൊയ്കയിൽ യോഹന്നാന്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷമേത്? ഓപ്ഷൻ ഡി 1909 പൊയ്കയിൽ യോഹന്നാന്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം 1909. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകനാര്? ഓപ്ഷൻ സി വാഗ്ഭടാനന്ദനാണ്. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഊരൂട്ടമ്പലം ലഹള നടന്ന വർഷമേത്? ഓപ്ഷൻ സി 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള നടന്ന വർഷമാണ് 1915. നാലാമത്തെ ക്വസ്റ്റ്യൻ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയതാര്? ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 1992 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1992. അതുപോലെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1996 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ വിക്ഷേപിച്ച പ്രഥമ ബഹിരാകാശ ദൂരദർശിനി ഏത്? ഓപ്ഷൻ ബി ആസ്ട്രോസാറ്റ് ആണ്. ഇന്ത്യ വിക്ഷേപിച്ച പ്രഥമ ബഹിരാകാശ ദൂരദർശിനിയാണ് ആസ്ട്രോസാറ്റ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി കോഴിക്കോടാണ്. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പശുവിൻ പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏത്? ഓപ്ഷൻ ബി കേസിനാണ്. പശുവിൻ പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് കേസിൻ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. നാഗാർജുന സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ഏത്? ഓപ്ഷൻ സി കൃഷ്ണ നദിയിലാണ്. നാഗാർജുന സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് കൃഷ്ണ നദിയിലാണ്. അപ്പോൾ അർജുന കൃഷ്ണ. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ലഘുഭാര പോർ വിമാനം ഏത്? ഓപ്ഷൻ ബി തേജസ് ആണ്. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ലഘുഭാര പോർ വിമാനമാണ് തേജസ്. 11ാമത്തെ ക്വസ്റ്റ്യൻ. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 1961 കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷമാണ് 1961. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1857 സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചതാര്? ഓപ്ഷൻ ഡി ബീഗം ഹസ്രത്ത് മഹലാണ്. 1857 സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ ഡി കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ആരംഭിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിൽ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാര്? ഓപ്ഷൻ ഡി അംശി നാരായണപിള്ളയാണ്. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണപിള്ള. അപ്പോൾ നമുക്കറിയാം ഇത് കേരള ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമായിരുന്നു അംശി നാരായണപിള്ളയുടെ വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1966 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാർ ഏത്? ഓപ്ഷൻ എ താഷ്കന്റ് കരാറാണ്. 1966 1965 ഇൻഡോ പാകിസ്ഥാൻ യുദ്ധാനന്തരം ഒപ്പുവെച്ച സമാധാന കരാറാണ് താഷ്കന്റ് കരാർ.
16ാമത്തെ ക്വസ്റ്റ്യൻ, ബുൾ മാർക്കറ്റ് എന്ന പദം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി, ഓഹരി വിപണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബുൾ മാർക്കറ്റ്, ബിയർ മാർക്കറ്റ് എന്നീ പദങ്ങൾ ഓഹരി വിപണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ദിര ആവാസ് യോജന എന്ന പദ്ധതിയുടെ ഉദ്ദേശം എന്ത്? ഓപ്ഷൻ ഡി, ഭവന നിർമ്മാണമാണ് ഇന്ദിര ആവാസ് യോജനയുടെ ഉദ്ദേശം, ഭവന നിർമ്മാണം. 18ാമത്തെ ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ 2009 ചുമതലപ്പെടുത്തിയ സമിതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി, ഗാഡ്ഗിൽ സമിതിയാണ് പശ്ചിമഘട്ടത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ 2009 ചുമതലപ്പെടുത്തിയ സമിതിയാണ് ഗാഡ്ഗിൽ സമിതി. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം ലഭിച്ച വ്യക്തി ആര്? ഓപ്ഷൻ സി, സച്ചിൻ തെണ്ടുൽക്കർക്കാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം ലഭിച്ചത്, സച്ചിൻ തെണ്ടുൽക്കർക്ക്. അതുപോലെ ഭാരതരത്നം ലഭിച്ച ആദ്യ ഏക കായിക താരവും ആര് തന്നെയാണ്? സച്ചിൻ തെണ്ടുൽക്കറാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി, ഗുൽസാരിലാൽ നന്ദയായിരുന്നു ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ ഉപാധ്യക്ഷനായിരുന്നു ഗുൽസാരിലാൽ നന്ദ. 21ാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ, 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷമാണ് 1935. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭക്രാനങ്കൽ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ എ, സത്ലജ് നദിയിലാണ് ഭക്രാനങ്കൽ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത്, സത്ലജ് നദിയിൽ. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നതും സത്ലജ് നദിയിൽ തന്നെ. 23ാമത്തെ ക്വസ്റ്റ്യൻ, 1928 പയ്യന്നൂരിൽ നടന്ന 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു ആയിരുന്നു 1928 പയ്യന്നൂരിൽ വെച്ച് നടന്ന 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി, തിരുവനന്തപുരം ജില്ലയിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷം? ഓപ്ഷൻ സി, 2005 ദേശീയ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് 2005. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1930 മാർച്ച് 12 ഗാന്ധിജി ഏത് ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡി കടപ്പുറത്തേക്ക് പുറപ്പെട്ടത്? ഓപ്ഷൻ എ, സബർമതി ആശ്രമത്തിൽ നിന്നാണ് 1930 മാർച്ച് 12 ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡി കടപ്പുറത്തേക്ക് ഉപ്പ് സത്യാഗ്രഹത്തിനായിട്ട് പുറപ്പെട്ടത്, സബർമതി ആശ്രമത്തിൽ നിന്ന്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ബി, സ്വദേശി പ്രസ്ഥാനമാണ് ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏത്? ഓപ്ഷൻ സി, പാതിരാമണൽ ദ്വീപാണ് വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ ഡി, മിൻറ്റോ രണ്ടാമൻ പ്രഭു ആയിരുന്നു ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി മിൻറ്റോ രണ്ടാമൻ പ്രഭു. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? ഓപ്ഷൻ ബി,
ദാമോദർ വാലി പദ്ധതിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. 31ാമത്തെ ക്വസ്റ്റ്യൻ, 1915 ദേശാഭിമാനി വാരിക സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ബി ടി കെ മാധവനാണ് 1915 ദേശാഭിമാനി വാരിക സ്ഥാപിച്ചത്. ആരാണ്? ടി കെ മാധവൻ. അപ്പോൾ ഇപ്പോഴത്തെ ദേശാഭിമാനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ ദേശാഭിമാനി വാരികയ്ക്ക്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രാമനമ്പി അല്ലെങ്കിൽ രാമൻ നമ്പി ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1812 കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ 1812 കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമൻ നമ്പിയാണ്. 1812 കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. 33ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനമേത്? ഓപ്ഷൻ എ പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 34ാമത്തെ ക്വസ്റ്റ്യൻ, അമ്പുകുത്തി മല സ്ഥിതി ചെയ്യുന്ന ജില്ലയേത്? ഓപ്ഷൻ സി വയനാട് ജില്ലയിലാണ് അമ്പുകുത്തി മല സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിലാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കേരളത്തിലെ കോർപ്പറേഷൻ ഏത്? ഓപ്ഷൻ എ തൃശ്ശൂർ കോർപ്പറേഷനാണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കേരളത്തിലെ കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. ഇനി ഏറ്റവും ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി മൈക്കിൾ ഒ ഡയറിനെ വധിച്ചതാര്? ഓപ്ഷൻ എ ഉദ്ധം സിംഗ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായിട്ട് മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് ആരാണ്? ഉദ്ധം സിംഗ് ആണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി വാരണാസിയിലാണ് ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? വാരണാസി. 38ാമത്തെ ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? ഓപ്ഷൻ ഡി ആറളം വന്യജീവി സങ്കേതമാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏത്? ഓപ്ഷൻ ഡി ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയമാണ്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം എറണാകുളം ജില്ലയിലാണ്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് നല്ലളം ഡീസൽ പവർ പ്രോജക്റ്റ്, സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എം ടി വാസുദേവൻ നായർ. 41ാമത്തെ ക്വസ്റ്റ്യൻ, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 1948 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം 1948. അപ്പോൾ 1948 ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത്. 1948 ഡിസംബർ 10. അപ്പോൾ അങ്ങനെയാണ് ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി തീർന്നത്. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പട്ടികവർഗക്കാർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി മധ്യപ്രദേശാണ്. പട്ടികവർഗക്കാർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 43ാമത്തെ ക്വസ്റ്റ്യൻ, കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ആരായിരുന്നു? ഓപ്ഷൻ ബി പി അനന്ത ചാർലു ആയിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് പി അനന്ത ചാർലു. 44ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏത്? ഓപ്ഷൻ ഡി മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല
മലപ്പുറം ജില്ല. 45-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ എ രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. 46-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എവിടെ? ഓപ്ഷൻ എ വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. വേമ്പനാട്ട് കായലിൽ. 47-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖം ഏത്? ഓപ്ഷൻ ഡി വിശാഖപട്ടണമാണ്. ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖമാണ് വിശാഖപട്ടണം തുറമുഖം. 48-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ഓപ്ഷൻ ബി NH-44 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH-44. അപ്പോൾ ശ്രീനഗറിൽ നിന്ന് കന്യാകുമാരി വരെയാണ് ഈ NH-44 ഓടുന്നത്. ശ്രീനഗർ ടു കന്യാകുമാരി. 49-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 100 T20 ഇൻ്റർനാഷണൽ കളിച്ച ആദ്യ ഇന്ത്യൻ ആര്? ഓപ്ഷൻ ബി ഹർമൻപ്രീത് കൗർ ആണ്. 100 T20 ഇൻ്റർനാഷണൽസ് കളിച്ച ആദ്യ ഇന്ത്യനാണ് ഹർമൻപ്രീത് കൗർ. 50-ാമത്തെ ക്വസ്റ്റ്യൻ. ഓസ്ട്രേലിയൻ ഓപ്പൺ 2020 പുരുഷ വിഭാഗം നേടിയതാര്? ഓപ്ഷൻ എ നൊവാക് ജോക്കോവിച്ച് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2020 പുരുഷ വിഭാഗം നേടിയതാരാണ്? നൊവാക് ജോക്കോവിച്ച്. 51-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2019-2022 കാലയളവിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ സ്പോൺസർ കമ്പനി ഏത്? ഓപ്ഷൻ എ ബൈജൂസ് ആപ്പാണ്. 2019-2022 കാലയളവിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ സ്പോൺസർ കമ്പനിയാണ് ബൈജൂസ് ആപ്പ്. 52-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ലോക്സഭ ഏത്? ഓപ്ഷൻ ബി 17-ാം ലോക്സഭയാണ്. ഇപ്പോഴത്തെ ലോക്സഭയായ 17-ാം ലോക്സഭയിലാണ് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ലോക്സഭയാണ് 17-ാം ലോക്സഭ. 53-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന പർവ്വതനിര ഏത്? ഓപ്ഷൻ എ ഹിമാദ്രിയാണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി. 54-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പളനിക്കുന്നുകൾ ഏത് പർവ്വതനിരയുടെ ഭാഗമാണ്? ഓപ്ഷൻ എ പൂർവഘട്ട പർവ്വതനിരയുടെ ഭാഗമാണ് പളനിക്കുന്നുകൾ. പൂർവഘട്ടത്തിൻ്റെ ഭാഗമാണ്. 55-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏത്? ഓപ്ഷൻ ബി കണ്ണാടി ഗ്രാമപഞ്ചായത്താണ്. കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്താണ് കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, പാലക്കാട് ജില്ല. 56-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഝാൻസി റാണി ലക്ഷ്മിഭായിയുടെ സമാധി സ്ഥലം ഏത്? ഓപ്ഷൻ ബി ഗ്വാളിയർ ആണ്. ഝാൻസി റാണി ലക്ഷ്മിഭായിയുടെ സമാധി സ്ഥലമാണ് ഗ്വാളിയർ. 57-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷമേത്? ഓപ്ഷൻ സി 1985 സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത്. 1985 രാജീവ് ഗാന്ധിയാണ്. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. അത് ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. 58-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഓപ്ഷൻ ബി ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. 59-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി ഝലം നദിയാണ്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ഝലം നദി.
60-ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി രംഗനാഥ മിശ്രയായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനായിരുന്നു രംഗനാഥ മിശ്ര. 61-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷമേത്? ഓപ്ഷൻ ബി 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷമാണ് 1946. 62-ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് വൈസ്രോയിയുടെ കാലത്താണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്? ഓപ്ഷൻ ഡി ഇർവിൻ പ്രഭുവിൻ്റെ കാലത്താണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. ഇർവിൻ പ്രഭുവിൻ്റെ കാലത്ത്. 63-ാമത്തെ ക്വസ്റ്റ്യൻ, കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ ഡി AB വാജ്പേയിയാണ് കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി AB വാജ്പേയി. 64-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ്? ഓപ്ഷൻ സി രാജീവ് ഗാന്ധിയുടെ ചരമദിനമാണ്. ഇന്ത്യയിൽ ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ചരമദിനമായ മെയ് 21. 65-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങളുടെ ശരിയായ ക്രമം ഏത്? ഓപ്ഷൻ എ ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. അത് കഴിഞ്ഞാൽ ഹീലിയം, അത് കഴിഞ്ഞാൽ ഓക്സിജൻ. 66-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രുക്മിണി ദേവി അരുന്ധലെ ഏത് ക്ലാസിക്കൽ നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ഭരതനാട്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രുക്മിണി ദേവി അരുന്ധലെ ഭരതനാട്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 67-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി കൊൽക്കത്തയിലാണ് ഇന്ത്യൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കൊൽക്കത്തയിൽ. 68-ാമത്തെ ക്വസ്റ്റ്യൻ, കാവി ഉപേക്ഷിച്ച് ഖദറണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദനാണ്. കാവി ഉപേക്ഷിച്ച് ഖദറണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. 69-ാമത്തെ ക്വസ്റ്റ്യൻ, മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടതാര്? ഓപ്ഷൻ എ മക്തി തങ്ങളാണ്. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്നത് ആരാണ്? മക്തി തങ്ങൾ. 70-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏത്? ഓപ്ഷൻ സി ഹൈഡ്രജനാണ്. കത്തുന്ന വാതകം, സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. അപ്പോൾ നമുക്കറിയാം കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഇനി അതുപോലെ ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. ഇനി അതുപോലെ ജ്വലനത്തെ കെടുത്തുന്ന, സ്റ്റോപ്പ് ചെയ്യുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. 71-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്വാമി വിവേകാനന്ദ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ റായ്പൂരിലാണ്. സ്വാമി വിവേകാനന്ദ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റായ്പൂരിൽ. റായ്പൂർ നമുക്കറിയാം ഛത്തീസ്ഗഡിൻ്റെ ക്യാപിറ്റലാണ്. ഛത്തീസ്ഗഡിൻ്റെ ക്യാപിറ്റലാണ് റായ്പൂർ. 72-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആര്? ഓപ്ഷൻ എ സി കേശവനാണ്. 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? സി കേശവൻ. 73-ാമത്തെ ക്വസ്റ്റ്യൻ, കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 74-ാമത്തെ ക്വസ്റ്റ്യൻ, തൃശ്ശൂരിൽ നിന്നും ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ചത് ആര്? ഓപ്ഷൻ ബി കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. തൃശ്ശൂരിൽ നിന്നും ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്.
75-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജലസംഭരണിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ജലത്തിനുള്ള ഊർജം ഏതാണ്? ഓപ്ഷൻ ബി സ്ഥിതികോർജ്ജമാണ്. ജലസംഭരണിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ജലത്തിനുള്ള ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. അപ്പോൾ ഉയരത്തിലിരിക്കുന്ന ഒരു വസ്തുവിന് ലഭിച്ചിട്ടുള്ള ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. 76-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് ഏത്? ഓപ്ഷൻ സി മുംബൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസാണ് മുംബൈ പോസ്റ്റ് ഓഫീസ്. 77-ാമത്തെ ക്വസ്റ്റ്യൻ. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ബീബി കാ മക്ബറ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ഔറംഗാബാദിലാണ്. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ബീബി കാ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഔറംഗാബാദിൽ. 78-ാമത്തെ ക്വസ്റ്റ്യൻ. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏത്? ഓപ്ഷൻ ഡി വേദാധികാര നിരൂപണമാണ്. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. 79-ാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ സി അബ്ബാസ് തയാബ്ജിയാണ്. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തയാബ്ജി. 80-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി ഭോപ്പാലിലാണ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭോപ്പാലിൽ. 81-ാമത്തെ ക്വസ്റ്റ്യൻ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷമേത്? ഓപ്ഷൻ ഡി 1928-ലാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷമാണ് 1928. 82-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചതാര്? ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. 83-ാമത്തെ ക്വസ്റ്റ്യൻ. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചതാര്? ഓപ്ഷൻ സി പാമ്പാടി ജോൺ ജോസഫാണ്. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. 84-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബയലാട്ടം എന്നുകൂടി പേരുള്ള കലാരൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ യക്ഷഗാനമാണ്. ബയലാട്ടം എന്നുകൂടി പേരുള്ളത് ഏത് കലാരൂപത്തിനാണ്? യക്ഷഗാനത്തിനാണ്. 85-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക പരിശീലന കേന്ദ്രം ഏഴിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയേത്? ഓപ്ഷൻ ഡി കണ്ണൂർ ജില്ലയിലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവിക പരിശീലന കേന്ദ്രമായ ഏഴിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല. 86-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ ഡി 1954-ലാണ്. കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷമാണ് 1954. 87-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഏത്? ഓപ്ഷൻ ബി രാജീവ് ഗാന്ധി എയർപോർട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് രാജീവ് ഗാന്ധി എയർപോർട്ട്, ഹൈദരാബാദ്. 88-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ഏത്? ഓപ്ഷൻ ബി പൂന ഉടമ്പടിയാണ്. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടിയാണ് പൂന ഉടമ്പടി. 89-ാമത്തെ ക്വസ്റ്റ്യൻ. സ്വരാജ് ദ്വീപ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആൻഡമാനിലെ ദ്വീപ് ഏതാണ്? ഓപ്ഷൻ ഡി ഹാവ്ലോക്ക് ദ്വീപിനാണ്. സ്വരാജ് ദ്വീപ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് ഹാവ്ലോക്ക് ദ്വീപിനെയാണ്. 90-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫോട്ടോ കോപ്പി യന്ത്രത്തിൽ ഉപയോഗിക്കുന്ന മൂലകം ഏത്? ഓപ്ഷൻ എ സെലീനിയമാണ്.
ഫോട്ടോകോപ്പി യന്ത്രത്തിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് സെലീനിയം. 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വയനാട്ടിലേക്കുള്ള കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ്.കെ. പൊറ്റക്കാട് എഴുതിയ നോവൽ ഏത്? ഓപ്ഷൻ ബി വിഷകന്യകയാണ്. വയനാട്ടിലേക്കുള്ള കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ്.കെ. പൊറ്റക്കാട് എഴുതിയ നോവലാണ് വിഷകന്യക. 92ാമത്തെ ക്വസ്റ്റ്യൻ. ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഭീമ ഹർജി സമർപ്പിച്ചത് ആര്? ഓപ്ഷൻ ഡി ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഭീമ ഹർജി സമർപ്പിച്ചത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1870 ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ സി കേശബ് ചന്ദ്രസൻ ആണ്. 1870 ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് കേശബ് ചന്ദ്രസൻ. 94ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്വരാജിൻ്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഓപ്ഷൻ ഡി ഇന്ത്യൻ നാവിക കലാപത്തെയാണ്. 1946 മുംബൈയിൽ നടന്ന ഇന്ത്യൻ നാവിക കലാപത്തെയാണ് സ്വരാജിൻ്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഇന്ത്യൻ നാവിക കലാപത്തെ. 95ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായണൻ. 96ാമത്തെ ക്വസ്റ്റ്യൻ. രസ്തു ഗോഫ്താർ എന്ന ദ്വൈവാരികയുടെ പത്രാധിപൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി ആയിരുന്നു. രസ്തു ഗോഫ്താർ എന്ന ദ്വൈവാരികയുടെ പത്രാധിപനായിരുന്നു ദാദാഭായ് നവറോജി. 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതാര്? ഓപ്ഷൻ എ എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം വിശ്വേശ്വരയ്യയാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് എം വിശ്വേശ്വരയ്യ. 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ് വിനസ്ട്രാഫോബിയ? ഓപ്ഷൻ സി സൗന്ദര്യമുള്ള സ്ത്രീകളോടുള്ള ഭയമാണ് വിനസ്ട്രാഫോബിയ. വീനസ് അതിൽ നിന്നാണ് വിനസ്ട്രാഫോബിയ. അപ്പോൾ സൗന്ദര്യമുള്ള സ്ത്രീകളോടുള്ള ഭയമാണ് വിനസ്ട്രാഫോബിയ. 99ാമത്തെ ക്വസ്റ്റ്യൻ. കാർഗിൽ ഏത് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി സുരു നദിക്കരയിലാണ് കാർഗിൽ സ്ഥിതി ചെയ്യുന്നത്. സുരു നദിക്കരയിൽ. 100ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഓപ്ഷൻ എ കെ ജി ബാലകൃഷ്ണനായിരുന്നു. മലയാളിയായ കെ ജി ബാലകൃഷ്ണനായിരുന്നു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു കെ ജി ബാലകൃഷ്ണൻ. ഓക്കെ ഫ്രണ്ട്സ്.